ഭാഗത്തിൽ നന്ദിനി പ്രസവവേദന കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ പുലി അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന അവൾ വേദന കൊണ്ട് പുളയുന്നു. സുദർശൻ ഹീറോ മുരാരിയുടെ പേരും പറഞ്ഞ് അപർണയെയും ഗീതയെയും പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ പാലിൽ ഉറക്കഗുളിക കലർത്തുന്നു. എല്ലാ സാരിയും വിറ്റ ശേഷം അഞ്ജയ വീട്ടിലേക്ക് വരുന്നു. ഒരുമിച്ച് കഴിഞ്ഞിരുന്ന അഞ്ജയയുടെ കുടുംബം ഇപ്പോൾ പല വഴിക്കായി. തുടർന്ന് എന്തുണ്ടായി എന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കാണാം. സുദർശന്റെ വീട്ടിലെ സോഫയിൽ അപർണയും ഗീതയും ഇരിക്കുകയാണ്. ഉറക്കഗുളിക കലർത്തിയ പാൽ അവൻ മേശയിൽ നിന്നും എടുത്ത് അവർക്ക് കൊടുക്കുന്നു. ആൻറ്റി, ഗീത, നിങ്ങൾ പാല് കുടിക്കൂ, എന്നിട്ട് കുറച്ച് വിശ്രമിക്കൂ. അത് കഴിഞ്ഞ് നമുക്ക് ഹീറോ മുരാരിയെ കാണാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് പാലിന്റെ ഗ്ലാസ് കൊടുക്കുന്നു. അവർ രണ്ടുപേരും ആ പാൽ ഫുൾ കുടിക്കുന്നു. അത് കഴിഞ്ഞ് സുദർശൻ ആ കാലി ഗ്ലാസുമായി അടുക്കളയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അപർണയെയും ഗീതയെയും നോക്കുന്നു. വെറും 10 മിനിറ്റിനുള്ളിൽ രണ്ടുപേരും ബോധം കെട്ടു വീണു. ഇത് കണ്ട സുദർശൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ബോധമില്ലാതെ കിടക്കുന്ന ആ രണ്ടുപേരെയും എടുത്ത് സുദർശൻ തന്റെ കാറിൽ കിടത്തുന്നു. വീട് പൂട്ടിയിട്ട് അവൻ വളരെ വേഗത്തിൽ കാർ ഓടിച്ച് അവിടെ നിന്ന് പോകുന്നു. വണ്ടി ഓടിച്ചു പോകുമ്പോൾ സുദർശൻ ആരെയോ മൊബൈലിൽ വിളിക്കുന്നുണ്ട്. ഏജന്റ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ ഫോൺ ബെല്ലടിക്കുന്നു. അതിൽ സുദർശൻ കോളിംഗ് എന്ന് കണ്ടപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. സന്തോഷത്തിൽ അയാൾ ആ ഫോൺ കോൾ എടുക്കുന്നു. എന്തു പറ്റി? കാര്യം നടന്നോ? കൊണ്ടുവരുവാണോ? അതെ ബായ്, എല്ലാ പ്ലാൻ പടി നടന്നു. ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരുക. പക്ഷെ വില കുറച്ച് കൂടും. അത് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ കൂട്ടിക്കൊണ്ടുവരൂ. ഇല്ലെങ്കിൽ ആ മസ്താൻ്റെ അടുത്തേക്ക് പോകും. ആളെ കാണാതെ ഞാനെങ്ങനെയാ വില കൂട്ടുക? ഇതിനു മുൻപും ഞാൻ എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം നല്ലതല്ലേ? ഒന്നും മോശമായിട്ടില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? ഓക്കെ, നിന്നെ വിശ്വസിച്ചു. നീ ചോദിക്കുന്ന വില തരാൻ ഞാൻ റെഡി. ഇപ്പോൾ എവിടെ എത്തി? ഫോൺ വെച്ചോളൂ, ഞാൻ ദാ ഇപ്പം എത്തും. ഇങ്ങനെ പറഞ്ഞിട്ട് സുദർശൻ തന്റെ കാർ സൈഡിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ നിർത്തുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ സുദർശൻ ഗീതയെയും തോളിലെടുത്ത് ലിഫ്റ്റിൽ കയറി പോകുന്നു. ലിഫ്റ്റ് ഇറങ്ങിയ സുദർശൻ ഏജന്റിന്റെ മുറിയിലേക്ക് പോകുന്നു. ഗീതയെ അവിടെ ഒരു കട്ടിലിൽ കിടത്തുന്നു. ഗീതയെ കണ്ട ഏജന്റിനു വലിയ സന്തോഷമാകുന്നു. സുന്ദരിയായ ഗീതയിൽ നിന്നും കണ്ണെടുക്കാൻ അയാൾക്ക് തോന്നിയില്ല. അയാളുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അയാൾ ഇതുവരെ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലായിരുന്നു. തന്റെ ബിസിനസ്സിൽ ഇങ്ങനെ ഒരു പെണ്ണ് വന്നതിൽ അയാൾ വളരെ സന്തോഷിച്ചു. സുദർശൻ, എനിക്കിതുപോലുള്ള പെണ്ണുങ്ങൾ വേറെയും വേണം. നീ എവിടെ പോയി കൊണ്ടുവന്നാലും വേണ്ടില്ല, എനിക്കിതുപോലുള്ള പെണ്ണുങ്ങൾ ഇനിയും കുറേ വേണം. ആദ്യം വില ഉറപ്പിക്ക് ബായ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള എത്ര പെണ്ണുങ്ങളെ വേണമെന്ന് പറഞ്ഞാൽ മതി. അത്രയും പെണ്ണുങ്ങളെ ഞാൻ കൊണ്ടുവന്ന് തരും. ഇത് കണ്ട ആൾ സുദർശന് 1,00,000 രൂപ എടുത്തു കൊടുക്കുന്നു. ഇത് കണ്ട സുദർശൻ ഹാപ്പിയാവുന്നു. നോക്ക്, ഇന്ന് മുതൽ നിന്റെ റേറ്റ് 1,00,000 ഓക്കെ? നീ എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നോ അത്രയും ലക്ഷം നിനക്ക് ഞാൻ തരും. പക്ഷെ പെട്ടെന്ന് വേണം. ശരി ബായ്, ഞാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം. ഇങ്ങനെ പറഞ്ഞിട്ട് സുദർശൻ ലിഫ്റ്റിൽ കയറി താഴെ എത്തുന്നു. കാറിൽ കയറിയ അയാൾ കാർ ഓടിച്ചു പോകുന്നു. കുറച്ച് മാറിയുള്ള കാട്ടിലേക്കാണ് അയാൾ പോയത്. ബോധമില്ലാത്ത അപർണയെ അയാൾ വഴിയിൽ കിടത്തുന്നു. ആരും തന്നെ കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് സുദർശൻ കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നു. സുദർശൻ കരുതിയത് അവനെ ആരും കണ്ടില്ല എന്നാണ്. എന്നാൽ ഈശ്വരൻ എല്ലാം കാണുന്നുണ്ടെന്ന് അവൻ മറന്നുപോയി. ആർക്കും എവിടെ നിന്ന് വേണമെങ്കിലും കള്ളത്തരം കാണിച്ചു രക്ഷപ്പെടാം. പക്ഷേ ഈശ്വരന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. സുദർശൻ ഈ ചെയ്തതിന് ഈശ്വരൻ ശിക്ഷ കൊടുക്കും എന്ന കാര്യം അവൻ ഓർത്തില്ല. അതറിഞ്ഞു വരുമ്പോഴേക്കും കാര്യങ്ങൾ അവന്റെ കൈവിട്ടുപോകും. സുദർശൻ വലിയ സന്തോഷത്തിൽ കാർ ഓടിച്ചു പോവുകയാണ്. ഇനിയും ഗ്രാമത്തിലെ പെണ്ണുങ്ങളെ തന്നെ നോക്കാം. എവിടുന്ന് കിട്ടുമോ എന്തോ. അപ്പോൾ അവന്റെ ഫോൺ ബെല്ലടിക്കുന്നു. അത് പരിചയമില്ലാത്ത നമ്പറായിരുന്നു.
അത് കണ്ടപ്പോൾ എന്തോ പ്രശ്നം പോലെ തോന്നിയതുകൊണ്ട് അവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അത് കട്ടായി. പിന്നെയും കോൾ വന്നുകൊണ്ടിരുന്നു. ഇത്രയുമായപ്പോൾ അവൻ സൈഡിൽ കാർ നിർത്തി കോൾ എടുത്തു. ഹലോ, ആരാണ്? എന്താണ് കാര്യം? അപ്പോൾ ഫോൺ വിളിച്ചയാൾ മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നു. ഹലോ, ആരാണ്? ഫോൺ വിളിച്ചിട്ട് എന്തിനാ സംസാരിക്കാതിരിക്കുന്നേ? ആരെ വേണം? എന്ത് വേണം? എൻ്റെ പേര് കമ്പ്യൂട്ടർ എന്നാണ്. എനിക്ക് നിന്റെ നമ്പർ ഒരാൾ തന്നതാണ്. നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. പറ സാർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് എത്ര രൂപ കിട്ടും? ആദ്യം ജോലി എന്താണെന്ന് പറയാം. പറ്റുമെങ്കിൽ ശരിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. പക്ഷെ ഒരിക്കൽ ശരിയെന്ന് പറഞ്ഞാൽ അത് സമയത്ത് ചെയ്തു തന്നിരിക്കണം. ഇത് കേട്ട സുദർശന് എന്തോ കുഴപ്പം തോന്നുന്നു. ഇങ്ങനെ സംസാരിക്കുന്ന ആളുമായി ഒരു ഡീല് വേണോ? ഇത് കുഴപ്പമാകുമോ? അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നു. അത് വേറെ നമ്പറായിരുന്നു. സുദർശൻ ഫോൺ എടുക്കുന്നു. എന്തോ ആലോചിച്ചോ? ആ, പറഞ്ഞോ. ചെയ്യാം, എന്താണെങ്കിലും ചെയ്യാം. ഞാൻ ഗ്യാരണ്ടി. നിന്റെ ജോലി 9 മാസം പ്രായമായ ഗർഭിണികളെ എങ്ങനെയെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് തരിക എന്നതാണ്. ജോലി കഴിഞ്ഞാൽ ഉടൻ പണം തരും. ഇത് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഏജന്റിന്റെ വീട്ടിൽ ബോധമില്ലാതെ കിടന്ന ഗീതയുടെ ബോധം തെളിയുന്നു. അവൾ ഒരുവിധം എഴുന്നേറ്റ് നിൽക്കുന്നു. അവൾ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ഫാൻ കറങ്ങിക്കൊണ്ടിരുന്നു. ഒടിഞ്ഞ കാലുള്ള കസേരയിൽ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. ജനൽ തുറന്നു കിടന്നിരുന്നു. വാതിൽ അടച്ചിരിക്കുകയാണ്. പേടിച്ച ഗീത വാതിലിൽ കൊട്ടാൻ തുടങ്ങി. ആരെങ്കിലും ഉണ്ടോ? സുദർശൻ, സുദർശൻ, അമ്മേ, അമ്മ എവിടെയാണ്? സുദർശൻ. ഇങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു. വാതിൽ തുറക്കുന്നു. പ്രതീക്ഷയോടെ ഗീത അങ്ങോട്ട് നോക്കുമ്പോൾ പരിചയമില്ലാത്ത ഒരാളെ കാണുന്നു. നിങ്ങളാരാ? സുദർശൻ എവിടെയാ? എന്റെ അമ്മ എന്തിയെ? എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? എൻ്റെ പൊന്നു പെണ്ണേ, നീ ധൃതി വെക്കാതെ. ഇവിടെ കിടന്ന് എന്ത് ബഹളം വെച്ചാലും എന്ത് ഉച്ചത്തിൽ കരഞ്ഞാലും ആരും കേൾക്കില്ല. ഇവിടെ ആരും വരില്ല. ആരാ നിങ്ങൾ? സുദർശൻ എവിടെയാ? നോക്കുമോളെ, 1,00,000 രൂപയ്ക്ക് സുദർശൻ നിന്നെ എനിക്ക് വിറ്റു. അത് വിശ്വസിക്കാൻ പറ്റാതെ അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ സുദർശൻ സിനിമാ സംവിധായകനല്ലേ? അത് കേട്ട ഏജന്റ് ചിരിക്കാൻ തുടങ്ങി. ഹാ, ശരി, അവൻ സിനിമാ സംവിധായകനാണെന്ന് പറഞ്ഞ് നിന്നെ സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് നിന്നെ എനിക്ക് വിറ്റു. നിന്റെ സൗന്ദര്യം എന്നെ വട്ടുപിടിപ്പിക്കുന്നു. ആപ്പിൾ പോലെ തിന്നാൻ തോന്നുന്നു. ഞാൻ മരിച്ചാലും നിന്റെ ആഗ്രഹം നടക്കില്ല. നീ സിനിമാ നടിയായില്ല, അതുകൊണ്ട് ഇത്തരം ഡയലോഗൊന്നും വേണ്ട. അവൾ മിണ്ടാതെ അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. നോക്ക്, ഞാൻ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി വരാം. ദേ, അവിടെയാണ് കുളിമുറി. നീ കുളിച്ചു റെഡിയായിട്ടിരിക്കേ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. അമ്മേ, അമ്മേ, നമ്മൾ ചതിച്ചമ്മേ. നിന്നെ ഞാൻ 1,00,000 കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ നിമിഷം മുതൽ നീ എൻ്റേത് മാത്രമാണ്. നീ എൻ്റെ അടിമയാണ്. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. എൻ്റെ വാക്ക് മാത്രം കേട്ടാൽ മതി. ഇന്നു മുതൽ നിന്റെ ജീവിതം എൻ്റെ കയ്യിലാണ്. അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്റെ ശവം വെച്ച് ഞാൻ 1,00,000 രൂപ മുതലാക്കും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഗീത കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം കാട്ടിൽ കിടക്കുന്ന അപർണയ്ക്ക് ബോധം വരുന്നു. ചുറ്റും നോക്കിയ അവൾക്ക് മനസ്സിലായി അവർ ഒരു കാട്ടിലാണെന്ന്. അവിടെ ആരുമില്ലായിരുന്നു. പേടിച്ച് അവൾ ചുറ്റും നോക്കുന്നു. ഇതെന്താ ഇങ്ങനെ? ഞാൻ സുദർശന്റെ വീട്ടിലായിരുന്നല്ലോ. ഞാനിവിടെ എങ്ങനെ എത്തി? എന്റെ മോൾ എവിടെയാണോ? അവർ ചുറ്റും നോക്കുന്നു. ഗീതയെ അവിടെ ഒന്നും കാണുന്നില്ല. ഗീത, ഗീത, എവിടെയാടി? സുദർശൻ നമ്മളെ പറ്റിച്ചടി. ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ കൊണ്ടുവന്നു. നീ എവിടെയാ? ഞാൻ ഇപ്പോൾ ഒരു കാട്ടിലാണ്. ഒന്ന് നടന്നു നോക്കട്ടെ.
ഇങ്ങനെ പറഞ്ഞിട്ട് അപർണ നടക്കാൻ തുടങ്ങി. ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു. അപർണയ്ക്കു ദാഹിക്കാൻ തുടങ്ങി. നടന്ന് നടന്ന് അവളുടെ കാലൊക്കെ വേദനിച്ചു തുടങ്ങി. ഇതേ സമയം ഏജന്റ് വാതിൽ തുറക്കുന്നു. ഗീത റൂമിലിരുന്ന് കരയുകയായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു നല്ല സാരിയും പൂക്കളും മിഠായിയും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലടി, നീ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇന്നാ കുളിച്ചിട്ട് ഈ സാരിയിട്ട് പൂക്കളൊക്കെ വെച്ച് റെഡിയാക്. എന്നിട്ട് മിഠായി കഴിച്ചുകൊണ്ടിരിക്കൂ. ഞാൻ താഴത്തെ മുറിയൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഞാൻ ആത്മഹത്യ ചെയ്യും. എന്തു വന്നാലും നിന്റെ ആഗ്രഹം നടക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഒരു കത്തിക്ക് വേണ്ടി മുറിയിൽ നോക്കുന്നു. തുടർന്ന് എന്തുണ്ടായി എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.